കർത്താവിന്റെ വയലിലിതാ വിളവുകൾ പാകമാക്കപ്പെടുന്നു. വിള കൊയ്യാനിതാ ശുശ്രൂഷകർ അണിചേരുന്നു. ലോകമെങ്ങും ക്രിസ്തുവിന്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നു. നന്മയുടെ സന്ദേശം എങ്ങും വിളംബരം ചെയ്യപ്പെടുന്നു. സ്വർഗമിതാ നവയുഗത്തിലേക്ക് ലോകത്തെ നയിക്കുന്നു. നവയുഗത്തിന്റെ പ്രവാചകരാകാൻ ഇതാ അനേകർ വേർതിരിക്കപ്പെടുന്നു. ഇത് അനേകം വചനവേദികളിലും സുവിശേഷ ശുശ്രൂഷകളിലും വ്യാപൃതനായിരിക്കുന്ന ഫാദർ ബോസ്കോ ഞളിയത്ത് ഓക്കാം, കറുകുറ്റി കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടറായും കുറ്റവാളികളായ യുവജനങ്ങൾക്കിടയിൽ ശുശ്രൂഷ ചെയ്തും ബോസ്കോ അച്ഛനിതാ ദൈവത്തിന്റെ ശുശ്രൂഷയിൽ വ്യാപൃതനാകുന്നു. തന്നെ വഴി നടത്തുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് ബോസ്കോ അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ജോഷുവ പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡിൽ അച്ഛനെ കിട്ടിയത് ഏറെ സന്തോഷം. ബോസ്കോ ഞാളിയത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും പരിചിതനായ ഒരു അച്ഛനാണ്. പ്രത്യേകിച്ച് ഷാലോം TV പ്രേക്ഷകർക്ക് വളരെ സുപരിചിതനാണ്. അച്ഛൻ്റെ കോൺഗ്രിഗേഷൻ ഓക്കാം. ഇപ്പോൾ ആദ്യം തന്നെ അച്ഛൻ്റെ ഒരു കോൺഗ്രിഗേഷനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തുടങ്ങിയാൽ, ഓക്കാമിൻ്റെ ഒരു ഇതറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. ഒന്ന് പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക്. ഓക്കാം എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് കാർമലൈറ്റ്സ് എന്ന സന്യാസ സഭയാണ്. അത് ഏലിയ പ്രവാചകൻ്റെ ഒരു പ്രവാചക തീഷ്ണതയുടെ പാരമ്പര്യമുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ആപ്തവാക്യം തന്നെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുന്നു എന്നുള്ള പ്രവാചകൻ്റെ ആ ഒരു വചനമാണ്. അപ്പോൾ ആ പ്രവാചകൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് കർമ്മല മലയിൽ കുറേ സന്യാസിമാർ ആരംഭിച്ച ഒരു കൂട്ടായ്മയാണ് കർമ്മലീത്ത മാതൃസഭ, ഓർഡർ ഓഫ് കാർമലൈറ്റ്സ്. അപ്പോൾ ഇന്ത്യയിൽ ഞങ്ങൾ 1952 തുടങ്ങിയ, റോമിലാണ് അതിൻ്റെ ജനറലേറ്റ്. ജർമ്മൻ പ്രൊവിൻസിൻ്റെ കീഴിലാണ് ഞങ്ങൾ തുടങ്ങിയത്. ഇപ്പോൾ ഞങ്ങൾ സെൻറ്റ് തോമസ് പ്രൊവിൻസ്, ഇൻഡിപെൻഡൻറ്റ് പ്രൊവിൻസാണ് ഇന്ത്യയിൽ. വളരെ ശക്തമായിട്ട് ഇന്ന് കേരളത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഭാ സമൂഹമാണ് ഓക്കാം സഭ. അച്ഛൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ട്, വീട് എവിടെയാണ് എന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. എൻ്റെ വീട് അങ്കമാലി അടുത്ത് മൂക്കന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാളിയത്ത് കുടുംബം അംഗമാണ് ഞാൻ. പിന്നെ എൻ്റെ വീട്ടിൽ അപ്പച്ചൻ, അമ്മച്ചി, എനിക്ക് 2 അനുജന്മാരുടെ ഭാര്യമാർ, അവരുടെ 5 മക്കൾ, അങ്ങനെ സന്തുഷ്ടമായ കുടുംബമാണ് എൻ്റെ കുടുംബം. വീട്ടിലെ മൂത്ത മകനാണ് അച്ഛൻ? മൂത്ത മകനാണ്. ബോസ്കോ അച്ഛൻ ഇന്ന് വളരെ പ്രത്യേകമായ ശുശ്രൂഷ മേഖലകളിൽ വളരെ സജീവമാണ്. പല വിധത്തിൽ ദൈവം അച്ഛനെ ഉപയോഗിക്കുന്നത് കാണാൻ നമുക്ക് ഇടയാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വഴിയിലേക്കുള്ള ഒരു വളർച്ച, ദൈവം നടത്തിയ വഴികൾ അറിയാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. പക്ഷെ ആദ്യം എനിക്ക് അച്ഛനോട് ചോദിക്കാനുള്ളത്, അച്ഛൻ്റെ ഒരു ബാല്യകാലം ചിന്തകളിൽ വെച്ച് എങ്ങനെയാണ് അച്ഛൻ ഈ ഒരു ദൈവവിളി കണ്ടെത്തിയത്? അച്ഛൻ്റെ ഒരു പക്ഷേ പള്ളിയിൽ പോയി അൽത്താരവാളിനൊക്കെ ആയിട്ടുണ്ടാവും ചിലപ്പോൾ. അങ്ങനെയുള്ള കാലഘട്ടം മുതലുള്ള ചിന്തകളിൽ നിന്ന് അച്ഛൻ്റെ ദൈവവിളി എങ്ങനെയാണ് അച്ഛൻ തിരിച്ചറിഞ്ഞതെന്ന് പറയാം. ഞാനിപ്പോൾ എൻ്റെ ദൈവവിളിയെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ ആളുകൾ പറയുന്ന പോലെ സെമിനാരി പോകാനുള്ള പയ്യനൊക്കെ ചിലരെക്കുറിച്ച് പറയാറുണ്ട്. അൾത്താരയിൽ അല്ലെങ്കിൽ ശുശ്രൂഷയിൽ നല്ല സ്വഭാവം. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സ്വഭാവമൊന്നും എനിക്കുണ്ടായിട്ടില്ല. കാരണം എനിക്ക് സംസാരിക്കാനുള്ള കഴിവില്ലാത്ത ഒരു വിക്കനായിരുന്നു ഞാൻ. കുർബാനയ്ക്ക് വിടാൻ പറ്റത്തില്ല, ഈവൻ പറയാൻ പറ്റത്തില്ല. പിന്നെ സ്കൂളിലാണെങ്കിലും ഒരു തിരസ്കരിക്കപ്പെട്ടൊരു പയ്യൻ്റെ ഒരു അവസ്ഥ. കാരണം ഒരു ഉത്തരം പറയാൻ പറ്റത്തില്ല, കളിയാക്കപ്പെട്ട അവസ്ഥ, ഒറ്റപ്പെടുത്തപ്പെട്ട അവസ്ഥ. വിക്കനാണെങ്കിൽ പറയുന്നില്ല, പിള്ളേരൊക്കെ കളിയാക്കും. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കരമായൊരു അവസ്ഥയിലാണ് ഞാൻ. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മളെ ഞാളിയത്ത് കുടുംബം എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന കുടുംബമാണ്. പിന്നെ ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ പിള്ളേരായിട്ട് പ്രശ്നങ്ങൾ വഴക്കുണ്ടാകുമ്പോൾ ഇടിയും തല്ലും കൊട്ടൊക്കെ വരുമ്പോൾ അതിൻ്റെ പേരിൽ വീട്ടിൽ അപ്പച്ചൻ്റെ അടി, അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദൈവവിളി എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു പരിപാലന എന്ന് പറഞ്ഞാൽ അതുപോലെ ശക്തമായിട്ട് എന്തോ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു എന്ന് ഞാനറിയാം. പ്രത്യേകിച്ച് ഒത്തിരി തിരസ്കരിക്കപ്പെട്ട, മുറിവേൽപ്പിക്കപ്പെട്ട, അപ്പച്ചനൊക്കെ ഒത്തിരി അടിക്കുക, പാറപ്പുറത്ത് മുട്ടു ചേർത്തുക, അങ്ങനെ പല എന്താ പറയുക അവസ്ഥകൾ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലൂടെയൊക്കെ ഞാൻ എൻ്റെ കർത്താവ് എന്നെ വളർത്തിയെന്ന് ഞാൻ പറയും. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു തോന്നൽ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. സത്യം പറയുകയാണെങ്കിൽ സെമിനാരി പോകാനുള്ള കാരണം എൻ്റെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോയതാണ്. കാരണം അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അതോടൊപ്പം തന്നെ പിന്നെ വേറെ ഒന്നുള്ളത്, അന്നത്തെ ഞങ്ങളുടെ ഇടവക വികാരി ഒരു ജോസഫ് തെക്കിനിയത്ത് അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ എല്ലാ പിള്ളേരെയും 10ാം ക്ലാസ് കഴിഞ്ഞാൽ ക്യാമ്പിന് വിടും. അങ്ങനെ ക്യാമ്പിന് പോയി. അപ്പോൾ എനിക്കൊരു തോന്നൽ അച്ഛനായാലോ. പക്ഷെ അന്ന് എനിക്ക് അച്ഛനാവാനുള്ള യാതൊന്നുമില്ല, സംസാരിക്കാൻ കഴിവില്ല. പിന്നെ എനിക്ക് മരിച്ചോർത്ത് പോകാൻ പേടി, ഇരുട്ടിനെ പേടി, ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു എനിക്ക്. അപ്പോൾ ഒരു പ്രസംഗം പറയാൻ പറ്റത്തില്ല, അങ്ങനെയൊന്നും പറ്റാത്ത അവസ്ഥയാണ്. എന്നാലും അപ്പം ഞാൻ രൂപത ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാളിയത്തച്ഛൻ, ഒരു വർഗീസ് ഞാളിയത്തച്ഛനുണ്ട് ഞങ്ങളുടെ സഭയിൽ, സീനിയർ അച്ഛൻ.
അച്ഛൻ അവിടുത്തെ സ്പിരിച്വൽ ഫാദർ. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് ഉറപ്പായി. കാരണം അന്നാമത് കുറേ പേര് ക്യാമ്പിനുണ്ട്, സംസാരിക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ വന്ന് ഇപ്പോൾ അവിടെ പക്ഷേ എനിക്ക് ഈ ഇടവക വികാരി ആവാൻ താല്പര്യമില്ല. കാരണം ഇടവകയിലിരിക്കണം, പ്രസംഗിക്കണം, ഇടവക നയിക്കണം, സംസാരിക്കണം, പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കർമ്മലീയത്ത ഈ ഓക്കാൻ സഭയിൽ ചെന്നത്. എനിക്ക് സഭയെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന്. പക്ഷെ അവിടെ ചെന്നു. അപ്പം ഞാൻ മിഷൻ പ്രവർത്തനമാണ്, എവിടെയെങ്കിലും പോയി മിഷൻ പ്രവർത്തനം ചെയ്യാമെന്നുള്ള ഒരു ചിന്തയിൽ ഈ സന്യാസ സഭയിൽ ചേരാനുള്ള കാരണം. അപ്പോൾ ഞാനൊന്ന് ഓർക്കാണ്, ദൈവവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ എൻ്റെ ഒരു പ്രത്യേക അവസ്ഥയിൽ നിന്ന് ദൈവം എന്തിനോ വേണ്ടി, അതോ എനിക്കന്നൊന്നും അറിയത്തില്ല, ആ രീതിയിൽ വിളിച്ച ഒരു വിളിയാണ് എൻ്റെ ദൈവവിളി എന്ന് ഞാനിന്ന് തിരിച്ചറിയാം. അച്ഛൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊരു മോശയുടെ ഒരു അതേ സിറ്റുവേഷനാണ് ഓർമ്മ തന്നെ, ലഭിക്കനായ മോശയ്ക്കുള്ള ഒരു ഇത്. അച്ഛൻ ഞാൻ കുറച്ചുകൂടെ ചോദിക്കട്ടെ, കാരണം ഇത് അച്ഛൻ പറയുമ്പോൾ തന്നെ കേൾക്കണമ്പോൾ ഇനി എൻ്റെ മനസ്സിൽ തന്നെ ഒരു വല്ലാത്തൊരു ദൈവത്തോടൊരു സന്തോഷം കൂടുതൽ തോന്നുക. കാരണം വിക്കനായിരുന്ന ഒരാൾ ഇന്നത്തെ ബോസ്കോ അച്ഛൻ വിക്കനായിരുന്നു എന്ന്, പണ്ട് വിക്കനായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരാളും വിശ്വസിക്കില്ല. കാരണം ഇന്ന് അച്ഛൻ്റെ ഒരു തീർച്ചയായിട്ടും നമ്മൾ പിന്നീട് പറയാൻ പോകുന്നൊരു വലിയ ശുശ്രൂഷ മേഖല എന്ന് വെച്ചാൽ വചനപ്രഘോഷണമാണ്. അച്ഛൻ ഒന്നുകൂടെ കുറച്ചുകൂടെ പറയാൻ പറ്റുമോ കൃത്യമായിട്ട് എങ്ങനെ അച്ഛൻ ഈ വിക്കനിൽ നിന്ന് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അച്ഛൻ്റെ എങ്ങനെ ഇത് മാറി, എങ്ങനെ അച്ഛൻ്റെ ഒരു ഇത് വന്ന്? അത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് തന്നെ എൻ്റെ ഇന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റണില്ല. ഒറ്റ വാക്യം പറയുകയാണെങ്കിൽ എൻ്റെ ദൈവം, സർവശക്തനായ ദൈവം, ആ ദൈവത്തിൻ്റെ ശക്തി എന്നിൽ പ്രകടമായിരിക്കുന്ന ഒരു അനുഭവം എനിക്കുള്ളത്. പൗലോസ്ലീഹ പറഞ്ഞ പോലെ എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം സാധ്യമാണ്. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ തിരിച്ചറിയുന്നുണ്ട്. കാരണം ഒരു കഴിവില്ലാതിരുന്ന, എല്ലാവരും ഒറ്റപ്പെടുത്തപ്പെട്ടിരുന്ന, തിരസ്കരിക്കപ്പെട്ടിരുന്ന, കളിയാക്കപ്പെട്ടിരുന്ന ഒരവസ്ഥയിൽ നിന്ന് എൻ്റെ ദൈവം എങ്ങനെ എന്നെ ഇങ്ങനെ ആക്കിയെന്ന് എനിക്ക് തന്നെ ഒരു മിസ്റ്ററിയാണത്, ഒരു രഹസ്യമാണത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ശക്തമായ കരം അതുപോലെ എന്നെ താങ്ങി നയിച്ചു എന്നുള്ളതാണ് എനിക്ക് അനുഭവവേദ്യമായിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ. മറ്റ് രണ്ട് കാര്യങ്ങളോടെ പെട്ടെന്ന് അച്ഛൻ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു വൈദിക പരിശീലന കാലഘട്ടം അച്ഛനെ എങ്ങനെ സഹായിച്ചു എന്നൊന്ന് പറയണം. പക്ഷേ അതിന് മുമ്പ് ഞാൻ വിചാരിച്ചത് അച്ഛൻ കുറച്ചുകൂടെ തീർച്ചയായിട്ടും ഈ വിക്ക് മാറി അച്ഛൻ ഇന്നത്തെ ഒരു അവസ്ഥയിൽ സംസാരിക്കുന്ന ദൈവപരിപാലനയാണെന്ന് അച്ഛൻ പറയാതെ തന്നെ ഇവർക്കെല്ലാം മനസ്സിലാക്കാം. കാരണം അച്ഛൻ്റെ പ്രസംഗം കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. പക്ഷേ ദൈവപരിപാലനയുടെ ഈ കുഞ്ഞുനാൾ മുതലുള്ള അനുഭവങ്ങൾ അച്ഛൻ പറയുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ജീവിതത്തിനിടയിൽ ദൈവപരിപാലന അടുത്തനുഭവിക്കാനിടയായെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ അങ്ങനെ ദൈവപരിപാലനയുടെ തിരിച്ചറിവെന്ന് പറയാവുന്ന ഒന്നോ രണ്ടോ ഇൻസിഡൻറ്റ് അച്ഛന് അങ്ങനെ എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ അച്ഛൻ? എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയിൽ തന്നെ ഞാൻ ഓർക്കുമ്പോൾ ഒരു വലിയൊരു പരിപാലന, ദൈവത്തിൻ്റെ പരിപാലന. കാരണം അപ്പച്ചൻ ചെറിയൊരു മദ്യപാനത്തിൻ്റെ മേഖല, കുടുംബത്തിൽ ചെറിയ അസമാധാനം കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഒരു കുസൃതിയായിട്ട് വളർന്ന അവസ്ഥ. ഇതിൽ നിന്ന് തന്നെ ഞാനൊരു സെമിനാരി ചേരാമെന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ വലിയൊരു പരിപാലനയാണ്. പിന്നെ സെമിനാരി ചെന്നപ്പോഴും ഞാൻ ഈ വിക്കാൻ, എനിക്ക് അനുദിന വിശുദ്ധർ വായിക്കാൻ പറ്റത്തില്ല, കുർബാനിക്കൂടാൻ പറ്റത്തില്ല. ആ സമയത്തും എന്നെ പ്രൊമോട്ട് ചെയ്ത അച്ഛന്മാരും ദൈവപരിപാലനയുടെ വലിയൊരു അനുഭവമായിട്ട് എനിക്കിന്ന് തോന്നുക. അതോടൊപ്പം തന്നെ പിന്നീട് പഠിക്കാനൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഈ പ്രസംഗം അല്ലെങ്കിൽ കുർബാനിക്ക് കൂടുക അതൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോഴൊക്കെ എന്നെ ദൈവത്തിൻ്റെ പരിപാലനയിൽ അനേകരിലൂടെ, എൻ്റെ അധികാരികളിലൂടെ, എൻ്റെ കൂടെ പഠിച്ചവരിലൂടെ എല്ലാം കർത്താവിനെ നയിക്കുകയാണ്. പിന്നീട് അങ്ങനെ പരിശീലന കാലഘട്ടത്തിലൊക്കെ ഒന്ന് രണ്ട് അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വണ്ടി ഒരു ദിവസം ബ്രേക്കൊക്കെ പൊട്ടി വണ്ടിയൊക്കെ മറിഞ്ഞ പോലെ സെമിനാരിൽ അടിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാനാ വണ്ടി ഓടിക്കണേ, റീജൻസി കഴിഞ്ഞ് നമ്മുടെ ഫിലോസഫി പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ദൈവം നമ്മളെയൊക്കെ താങ്ങി നയിച്ച പോലെ. ജീപ്പ് അവിടെ കൂടെയൊക്കെ തകർന്ന് മറിഞ്ഞിട്ട് നേരെയായിട്ട് കാട്ടിലേക്ക് പോയിട്ട് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ 8 പേരെയും കർത്താവ് കാത്ത് സംരക്ഷിച്ചു, ആ വണ്ടിയിൽ ജീപ്പിലുണ്ടായിരുന്നവരെ. അപ്പോൾ അവിടെയൊക്കെ ദൈവത്തിൻ്റെ, ഞാൻ അവർക്ക് ദൈവം എന്തിനൊക്കെയോ വേണ്ടി നമ്മളെ ഇങ്ങനെ വെട്ടിയൊരുക്കി ഇങ്ങനെ കൊണ്ടുപോകുന്ന വലിയൊരു അനുഭവമായിരുന്നു. ആ പരിപാലനം എന്ന് പറഞ്ഞത് അന്ന് മുതൽ ഇന്ന് വരെ ദൈവത്തിൻ്റെ പരിപാലനം അതിശക്തമായിട്ട് നോക്കി നിന്ന് കണ്ട് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്ല, എനിക്കോട് തീർച്ചയായിട്ടും അച്ഛൻ്റെ ഇന്നത്തെ ഒരു ശുശ്രൂഷ മേഖലകളുടെ ഒരു അത്രയും ഇഫക്റ്റീവായിട്ട് കാര്യക്ഷമമായിട്ട് മേഖല നടക്കാനുള്ള കാര്യവും അച്ഛൻ്റെ ആ ഒരു ദൈവപരിപാലനയിലുള്ള ആശ്രിതം തന്നെയാണെന്നാണ്. പിന്നെ എപ്പോഴും എനിക്കൊരു ബോധമുണ്ട്, നമ്മൾ ഭയങ്കര ബലഹീനനാണ്, ദുർബലനാണ്. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒട്ടും പൗലോസ്യ പറഞ്ഞാൽ പറ്റണില്ല. അതുകൊണ്ട് തന്നെ പൗലോസ്യയുടെ കാര്യങ്ങളൊക്കെ എനിക്ക് ഒത്തിരി സ്വാധീനം. നന്മിച്ചിരിക്കുന്നു, തിന്മ പ്രവർത്തിക്കുന്നു, ഇത്രമാത്രം ബലഹീനതകളും കുറവുകളും പോരായ്മകളും ഉണ്ടായിട്ടും കർത്താവ് അതിശക്തമായിട്ട് നമ്മളെ പരിപാലിച്ചുകൊണ്ട് ഇങ്ങനെ ഞാനവിടെ ചിലപ്പോൾ ഓർക്കും, ദൈവം ഇത്രമാത്രം നീ എന്നെ ഉയർത്തിയിട്ടും എനിക്ക് അങ്ങോട്ട് ആയിത്തീരാൻ പറ്റണില്ലോ എന്നുള്ള വിഷമം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ ശക്തമായിട്ട് നയിച്ചോളും. ആ ഒരു വലിയൊരു ബോധ്യം എനിക്കുണ്ട്. അച്ഛാ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് വൈദിക പരിശീലനത്തെക്കുറിച്ച് ആദ്യ കാലങ്ങളിലൊക്കെ ഞാനിത് കേൾക്കുമ്പോൾ എന്തിന് ഇത്രയും വർഷം ഈ കഷ്ടപ്പെടുത്തുന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചിന്ത.
പിന്നീട് ഈ പല കാര്യങ്ങളും ഇപ്പോൾ കളികളാണെങ്കിൽ പോലും വൈകുന്നേരത്തെ ഒരു നേരം പോക്കെന്ന് മാത്രമേ ഞാൻ പലപ്പോഴും എക്സസൈസ് എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷേ പിന്നീട് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്, ഒരു സെമിനാരിൽ കളികൾ നടത്തുന്നതിൽ പോലും ഫോർമേറ്റർക്ക് ഒരു മനസ്സിലൊരു കാര്യമുണ്ടെന്നുള്ളത്. ഈ വൈദിക പരിശീലന കാലഘട്ടം ഈ നീണ്ട എത്ര വർഷമായിരുന്നു അച്ഛൻ്റെ? ഒരു 11 വർഷം. എങ്ങനെ അച്ഛൻ അതിജീവിച്ചു? കാരണം എങ്ങനെ അച്ഛനെ അത് സഹായിച്ചു? സെമിനാരിൽ ചെന്നപ്പോൾ അത് നമുക്ക് ജീവിതത്തിൽ ഒരു ചിട്ടയും നിഷ്ഠയുണ്ടായി. പിന്നെ ഞാനെപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡുള്ള ആളാണ്. ഇപ്പോൾ കളിക്കുകയാണെങ്കിൽ ജയിക്കണം, കോച്ചിങ് നടത്തണം, ഒരു ചിട്ട, ഒരു നിഷ്ഠ, ജയിക്കണം, അതിനു വേണ്ടിയുള്ള ഇതുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് വലിയൊരു ഫോർമേഷൻ സെമിനാരിൽ ചെന്നപ്പോൾ കിട്ടി. രാവിലെ കൃത്യസമയത്ത് എഴുന്നേൽക്കുക, ടൈം ടേബിള്, പിന്നെ ഇത്ര രാത്രി കിടന്നുറങ്ങുക, പ്രാർത്ഥന, അതിനൊക്കെ ഒരു ചിട്ട കിട്ടി നമുക്ക്. മാത്രമല്ല എപ്പോഴും ആ ഒരു സ്പിരിറ്റഡായിട്ട് നമ്മളൊരു കൂട്ടായ്മയുണ്ട്, കമ്മ്യൂണിറ്റി, ഒരുമിച്ച് നിന്ന് കളിക്കുക, ഒരുമിച്ച് നിന്ന് പഠിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഒരു ബലം കൂടി നമുക്ക് കിട്ടി. പിന്നെ ഞങ്ങളുടെ ഓക്കാൻ സഭയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും കൊച്ചന്മാരാണ്. ഈ കേരളത്തിൽ എല്ലാവരും ഭയങ്കര കമ്പനിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കും. അധികാരികളാണെങ്കിലും ഒരു പരിധി വരെ, എൻ്റെ ഈ അവസ്ഥ കൊണ്ട് ചിലപ്പോൾ ശാസിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഒരു പരിധി വരെ നമ്മൾ ഒത്തിരി സപ്പോർട്ടീവായിരുന്നു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ ഫോർമേഷൻ എന്ന് പറയുന്നത് ഞാൻ കർമ്മലീത്ത സഭയിൽ വളരെ സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു എന്താ പറയുക, മനസ്സിലാക്കലിൻ്റെ ഒരു അനുഭവമായിരുന്നു എനിക്ക്. ഞാൻ ഇനി കുറച്ചുകൂടെ അച്ഛൻ്റെ ഒരു ഓർഡിനേഷൻ ഡേ ഇല്ലേ ഒരു വൈദികനായപ്പോൾ ഞാൻ പറഞ്ഞ ആ വൈദികനായ ഒരു കാലഘട്ടത്തിലുള്ള അച്ഛൻ്റെ ഒരു ഓർമ്മ, അല്ലെങ്കിൽ ആ ഒരു അത്രയും കാലഘട്ടം കഴിഞ്ഞ് സ്വപ്നത്തിൽ ഒരുപക്ഷെ ഒരു വിക്കനായിരുന്ന ഒരാളെ വൈദികനാക്കുമെന്ന് സംശയിച്ചിരുന്ന കാലത്ത് ദൈവം കൊണ്ടുവന്ന് ഇത്രയും നല്ലൊരു കോൺഗ്രിഗേഷനിലൂടെ പരിശീലനത്തിലൂടെ എത്തി. വൈദികനായ ആ നാളുകളിലെ ചില ഓർമ്മകൾ, ബോധ്യങ്ങൾ, ദൈവത്തോട് തോന്നിയ ചില ചിന്തകളൊക്കെ ആവാം, ഇതൊന്ന് പറയാൻ പറ്റും? അച്ഛനായപ്പോൾ എനിക്ക് ഭയങ്കരമായൊരു അനുഭവമാണ്. കാരണം അന്നും എനിക്ക് വിക്കലുണ്ട് അച്ഛനാകുമ്പോഴും. പക്ഷെ എനിക്കൊരാഗ്രഹം, എനിക്ക് കുർബാന ചെല്ലുമ്പോൾ, ആദ്യ കുർബാന അർപ്പിക്കുമ്പോൾ, പക്ഷെ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ 4 അച്ഛന്മാർ ഒരുമിച്ചാണ് കോതമംഗലം കറുകെടുത്ത് വെച്ചായിരുന്നു. പുന്നക്കോട്ടിൽ പിതാവാണ് ഞങ്ങൾക്ക് പട്ടം തന്നത്. അന്ന് ഈ 4 അച്ഛന്മാരിൽ മെയിൻ സെലിബ്രേറ്റ് കുർബാന ചെല്ലാനുള്ള വലിയ ഭാഗ്യം എങ്ങനെയോ ആ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് ഒരുങ്ങി കിട്ടാം. അപ്പോൾ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അറിഞ്ഞു തന്ന പണിയാണ്. ആദ്യത്തെ കുർബാന 4 അച്ഛന്മാർ, 3 അച്ഛന്മാർ വേറെ നിൽക്കാണ്, ഈ വിക്കനായി എന്നെ തന്നെ മെയിൻ സെലിബ്രൻ്റായിട്ട് തിരഞ്ഞെടുക്കുക. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, വലിയൊരു അഭിഷേകത്തോടു കൂടി നിന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് ബലി അർപ്പിച്ചത്. ആ കുർബാന ഞാൻ ഒരിക്കലും മറക്കില്ല. അന്നത്തെ അതുപോലെ പ്രാർത്ഥിച്ച്, അതുപോലെ നന്ദി പറഞ്ഞ് ആൾക്കാരെ കയറി. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊക്കെ സംശയിച്ചു, പ്രാർത്ഥന തെറ്റോ വിക്കോ. അനേകം 4 അച്ഛന്മാരുടെ കുടുംബത്തിൽ നിന്ന് വന്ന ആളുകളൊക്കെ നിറഞ്ഞു നിൽക്കുക പള്ളി മുഴുവൻ. ആ സമയത്ത് ഒരു കുഴപ്പമില്ലാതെ, ഒരു തടസ്സമില്ലാതെ കർത്താവ് അഭിഷേകപൂർണ്ണമായിട്ട് പാട്ടുപാടാനും പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാനും നന്ദി പറയാനും ഒക്കെ വളരെ മനോഹരമായിട്ട് ദൈവം ഒരുക്കി. അത് ഒരിക്കലും മറക്കാനാകാത്ത ഒരു അനുഭവമായിരുന്നു. പിന്നീടാണേലും അച്ഛനായ നാളുകളിലൊക്കെ ഒരു പ്രത്യേക ചൈതന്യം, ഒരു പ്രത്യേക ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിയന്ത്രണം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിലൊക്കെ. ഞാൻ ഒരു കാര്യം കൂടി, കാരണം അച്ഛൻ സൂചിപ്പിച്ചല്ലോ, അപ്പച്ചൻ എങ്ങനെ ധാരാളം അടിച്ചിട്ടുണ്ട്, ശിക്ഷിച്ചിട്ടുണ്ട്. ഇത്രയും പരിശീലനങ്ങൾ കഴിഞ്ഞ് വൈദികനായപ്പോൾ അന്നത്തെ കടന്നുപോയ വഴികളും അപ്പച്ചൻ്റെ ചെറിയ ശിക്ഷണങ്ങളൊക്കെ നമുക്ക് നന്മയായി തീർന്നിട്ടില്ലേ? തീർച്ചയായിട്ടും. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലെ ഏത് അനുഭവങ്ങളും, അത് തിക്താനുഭവങ്ങളാകട്ടെ, തിരസ്കരണങ്ങളാകട്ടെ, അത് നമ്മളെ ബലപ്പെടുത്തും, ഉറപ്പിക്കും. എനിക്കിതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ അപ്പച്ചനെ ഒത്തിരി സ്നേഹിക്കണം. കാരണം എനിക്ക് ആ ട്രെയിനിങ്ങും കോച്ചിങ്ങും അന്ന് അപ്പച്ചനിലൂടെ ശക്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു മിനി സെമിനാരി ആയിരുന്നു. ഭയങ്കരമാണ്. കാരണം പാറപ്പുറത്ത് മുട്ട് ചേർത്തുക, കൈ വിരിച്ച് നിർത്തുക, ഇതൊക്കെ ഭയങ്കര ട്രെയിനിങ്ങാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാവുന്ന വലിയ ട്രെയിനിങ്ങാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് ഏത് പ്രതിസന്ധികളെ നേരിടേണ്ടി വരുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഒരു കരുത്ത് നമുക്ക് അവിടെ നിന്ന് തുടങ്ങി കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയ അനുഭവമാണ്. അല്ല, തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു കുടുംബം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സമ്പത്താണെന്ന് നമുക്ക് മനസ്സിലാവുന്ന സമയം. തീർച്ചയായിട്ടും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാറ്, ഞാൻ പറയാറുണ്ട്, നമ്മുടെ കുടുംബത്തിൽ സുഖം മാത്രമാണ് എല്ലാമെന്ന്. പക്ഷെ ചില ദുഃഖങ്ങൾ, തിരസ്കരണങ്ങൾ, ഇപ്പോൾ ഫറവോയുടെ ഹൃദയം കർത്താവ് കഠിനമാക്കി എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ചില കുടുംബത്തിലൊക്കെ ചിലരൊക്കെ ദൈവം നമുക്ക് വേണ്ടി കഠിനമാക്കും. എന്തിനാണ്? നമ്മളെ ബലപ്പെടുത്താനും ഉറപ്പിക്കാനും വേണ്ടിയാണ്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇപ്പോഴും വചന പ്രഘോഷണത്തിലൊക്കെ അനുഭവത്തിൽ നിന്ന് പറയാറുണ്ട്. കർത്താവ് പലരെയും തിരഞ്ഞെടുത്ത് നമ്മളെ ഉറപ്പിക്കാനും ഫോർമേറ്റ് ചെയ്യാനും ബലപ്പെടുത്താനും വേണ്ടി. അത് പിന്നീട് ശുശ്രൂഷകളിലേക്ക് വരുമ്പോൾ അതിനെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒരു ഭയങ്കര ഒരു പവർ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മുടെ കുഞ്ഞുനാൾ മുതലുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ. പക്ഷേ ബോസ്കോച്ചനെ കുറിച്ച് എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുള്ളൊരു ശുശ്രൂഷ മേഖലയെക്കുറിച്ചാണ് ഞാൻ ചോദിക്കേണ്ട അടുത്ത്. തീർച്ചയായിട്ടും ചോദിക്കാനും മുമ്പ് ഞാൻ ഒരു കാര്യം, അച്ഛനെ മുൻപും പരിചയമുണ്ട്, പക്ഷേ ഇപ്പോൾ അച്ഛനെ കൂടുതൽ ഇപ്പോൾ അടുത്ത് കാണുമ്പോൾ എനിക്ക് തോന്നിക്കേണ്ട ഒരു കാര്യം, അച്ഛൻ സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കണത്, പലരും ഇന്ന് ലോകത്ത് അച്ഛന്മാരുൾപ്പെടെ, ഞാൻ
ഒത്തിരി അച്ഛന്മാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ട ഒരു ദൈവമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അച്ഛന്മാരുൾപ്പെടെ മറ്റു പലതിനെ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ, മറ്റു പലരും ആവാൻ ശ്രമിക്കുമ്പോൾ അച്ഛൻ വളരെ നാച്ചുറൽ മനുഷ്യനാണ്. അച്ഛൻ്റെ ദൈവം തന്ന സ്വതസിദ്ധമായ കാര്യത്തെയാണ് അച്ഛൻ ഉപയോഗിക്കണത്. ഞാൻ ഇപ്പോൾ അച്ഛന് ഈ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഈ സാഹചര്യങ്ങളൊക്കെ അച്ഛൻ്റെ ഏറ്റവും വലിയ അച്ഛൻ്റെ ഒരു മുതൽക്കൂട്ടാണ്. നമ്മൾ പറയാൻ പോകുന്ന ഈ ശുശ്രൂഷ മേഖലയിലൊക്കെ അച്ഛൻ്റെ ഏറ്റവും വലിയൊരു സമ്പത്ത് അച്ഛനിലുള്ള ആ പൊരുപൊരുപ്പത്തരവും ചുറുചുറുക്കതവും കുഞ്ഞുനാളിലുണ്ടായെന്ന് പറയുന്ന ആ ഒരു സാധനങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിനെക്കുറിച്ച് അച്ഛൻ്റെ ഒരു ചിന്ത എന്താ? അച്ഛൻ ആരാണോ അത് തന്നെയാണ് അച്ഛനിപ്പോഴും. ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മുടെ അനുഭവങ്ങളാണ് നമ്മുടെ പാഠങ്ങൾ. ആ അനുഭവത്തിലിടുമ്പോൾ പ്രത്യേക ഒരു കരുത്തുണ്ട് എല്ലാത്തിനും. വേറെ എവിടെയും പോയിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ എവിടെ നട്ടോ, എവിടെ നമ്മൾ വളർത്താൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തോ അവിടെ നിന്ന് അത് മാറ്റിയിട്ട് നമ്മളൊന്നും ആയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഞാനെന്ത് ഈ ബോസ്കോച്ചോ എന്ന് പറഞ്ഞ ആളെന്താണ്, ഈ കുടുംബത്തിൽ വളർന്നു, ഈ അപ്പന് ജനിച്ചു, ഈ അമ്മയിലുണ്ടായി, ആ കുടുംബ പശ്ചാത്തലത്തിൽ വളർന്നു. അതെനിക്ക് മാറ്റാൻ പറ്റില്ല. അതിൽ നിന്ന് ഉറച്ചു നിന്നിട്ട് അതിനെ ദൈവകൃപ കൊണ്ട് നിറച്ച് ദൈവത്തോട് ചേർത്ത് നിർത്തി അവിടെയാണ് എന്നെ ദൈവം വളർത്താൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അതിനാരെയും അനുകരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനെപ്പോഴും ഞാൻ എന്തായിരിക്കുന്നുവോ അതിൽ വളരെയേറെ അഭിമാനിക്കുന്ന ആളാണ്. എനിക്കുണ്ടായ അനുഭവങ്ങൾ, എൻ്റെ വിക്കൽ, എൻ്റെ കുസൃതിത്തരങ്ങൾ, എനിക്കുണ്ടായ പീഡനങ്ങൾ, ഇപ്പോഴും ഞാൻ എപ്പോഴൊക്കെ ചിലപ്പോൾ അപ്പനടിച്ച അന്നടിച്ച പാട് ഇപ്പോഴും കിടക്കുന്നുണ്ട്. ആ പാടുകളൊക്കെ നോക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷമാണ്. കാരണം എൻ്റെ ദൈവം എന്നെ വളർത്താനും എന്നെ ഒരുക്കാനും എന്നെ ബലപ്പെടുത്താനും ഒക്കെ തിരഞ്ഞെടുത്തത് ഈ വഴിയാണ്. അപ്പോൾ അത് ഞാൻ ഒത്തിരി അഭിമാനത്തോടു കൂടി ഞാനത് സ്വീകരിക്കുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. പക്ഷേ ഇന്ന് ധാരാളം കുട്ടികളെ മാതാപിതാക്കളൊന്ന് വഴക്ക് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് നേരെ ദൂഷ്യം നോക്കിയാൽ പോലും വളരെ പെട്ടെന്ന് അപ്സെറ്റ് ആവുന്നു, റിയാക്ട് ചെയ്യുന്നു. ചിലപ്പോൾ നമുക്ക് പറയാൻ പോലും പറ്റാത്ത കടുങ്കൈകളിലേക്ക് വരെ കുട്ടികൾ പോണൊരു കാലത്താണ് അച്ഛൻ ഇത് പറയുന്നത്. അനേകർക്കൊരു മാതൃകയായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കുടുംബത്തിൽ നമുക്ക് എന്ത് ലഭിക്കുന്നുവോ അതെല്ലാം തന്നെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ അതിന് മാറ്റി നിർത്തിയിട്ട് നമ്മൾ ജീവിക്കാമെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു വ്യക്തിയായിട്ട് മാറിപ്പോകും. പക്ഷേ നമ്മുടെ ദൈവം ഞാൻ എപ്പോഴും പറയും, നമ്മുടെ നിർമ്മാതാവ് നമ്മളെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിനറിയാം എന്താ എനിക്ക് വേണ്ടെന്ന്. അത് തമ്പുരാൻ തന്നിരിക്കും. അത് തമ്പുരാൻ തരുന്നത് നമ്മൾ തിരസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊരു വ്യക്തിയായിട്ട് മാറും. ഇനി ഞാൻ ഏറ്റവും കൂടുതൽ അച്ഛനെക്കുറിച്ച് കേട്ടേക്കണതും അച്ഛനെ മനസ്സിലാക്കിയതും ഞാൻ മുമ്പ് പറയാൻ ശ്രമിച്ച ആ ഒരു ശുശ്രൂഷ മേഖലയായിട്ട് ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് ഒരു കുറ്റവാളികളായി വിധിക്കപ്പെടുന്ന ആളുകൾ, ഒരുപക്ഷെ സമൂഹത്തിൽ അല്പം എന്താ പറയുക, ഒരു ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളായി ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ പോയ ആളുകൾ, പ്രത്യേകിച്ച് ഒരു ഗുണ്ടായുസവും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നടക്കേണ്ടി വരുന്നവരുടെ ഇടയിലൊക്കെ ഉള്ള ആ ഒരു പശ്ചാത്തലത്തിലുള്ളവരുടെ ഇടയിൽ അച്ഛൻ നടത്തിയ ശുശ്രൂഷയാണ് വളരെ ശ്രദ്ധേയമായിട്ട് ജനങ്ങളും കേരള സഭയും ഒക്കെ വീക്ഷിച്ചൊരു കാര്യമാണ്. ആ ശുശ്രൂഷ മേഖലയെക്കുറിച്ച് ഒന്ന് പറയാം. എങ്ങനെ അച്ഛൻ അത്ര ഒരു ശുശ്രൂഷ മേഖലകളിലേക്ക് എത്തിപ്പെട്ടു? ഞാൻ അച്ഛനായിട്ട് ഒരു വർഷം ഒരു ഇടവകയിൽ ജോലി ചെയ്തു, ശുശ്രൂഷ ചെയ്തു. പിന്നെ ഞാനൊരു 3 വർഷക്കാലം മൈനസ് സെമിനാരി പിള്ളേരുടെ ട്രെയിനിങ് ആണ്. അതിലങ്ങനെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഞാൻ അങ്കമാലി അടുത്ത് കറുകുറ്റി എന്നൊരു ആശ്രമത്തിലായിരുന്നു. അപ്പോൾ ആ സെമിനാരി കോതമംഗലത്തേക്ക് മാറ്റി, ഞങ്ങളവിടെ കോളേജൊക്കെ തുടങ്ങിയപ്പോൾ. ആ സമയത്ത് ഇവിടെ ഫ്രീ ആയിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഈ ഹൗസ് എന്ത് ചെയ്യണം. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ അങ്കമാലി ഏരിയയിൽ 1-2 കൊലപാതകങ്ങൾ ഉണ്ടാകാനിടയിൽ. അതോടൊപ്പം തന്നെ അതിൻ്റെ വേദന, അതിൻ്റെ നൊമ്പരം, അതിലൊരു കൊല ചെയ്യപ്പെട്ട ഒരു പയ്യൻ്റെ കൂടെ ഒരു 5-6 മാസക്കാലം താമസിച്ചത് എൻ്റെ ആശ്രമത്തിൽ. അപ്പോൾ അവൻ്റെ ഒരു പ്രത്യേക അവസ്ഥയിൽ അവൻ അനുജനെ ഗുണ്ടാ സംഘം കൊന്നു കളഞ്ഞു. അങ്ങനെ പ്രത്യേക സാഹചര്യത്തിൽ അവൻ എൻ്റെ കൂടെ വന്ന് നിന്നു. ചേട്ടനും അനിയനും അനിയൻ ആദ്യം കൊല്ലപ്പെട്ടു. പിന്നെ ചേട്ടൻ്റെ കൂടെ 6 മാസം ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ എൻ്റെ കൂടെ ആയിരിക്കുന്ന സമയത്താണ് അവനെ അങ്കമാലിയിലിട്ട് ഗുണ്ടാ സംഘം വെട്ടിക്കൊല്ലണേ. പക്ഷെ അവൻ്റെ അപ്പച്ചനും അമ്മച്ചും ഭയങ്കര ക്ഷമയും പ്രാർത്ഥനയുള്ളവർ. അവരുടെ ഭയങ്കര ക്ഷമയുണ്ട്, പ്രാർത്ഥന, അവരുടെ ഭയങ്കര ഒരു മനസ്സ്. അപ്പോൾ അവർ എന്നോട് ഇങ്ങനെ പറഞ്ഞു വീട്ടിൽ ചെന്നപ്പോൾ, അന്നാണെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം 2 ഗ്യാങ്ങുകൾ തമ്മിൽ ഭയങ്കര ശത്രുത, കൊലപാതകങ്ങൾ ഇനിയും സംഭവിക്കാവുന്ന ഒരു ഭീകരതയിലാണ് നിൽക്കണേ. ആ സമയത്താണ് എനിക്കൊരു പ്രത്യേകമായിട്ടൊരു ദൈവവിളി പോലെ ഈ മക്കളുടെ ഇടയിൽ പ്രവർത്തിക്കണം എന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ ഞാൻ ഇവനെ അവനെ ജയിലിൽ പോയിട്ട് കണ്ടു, ആ ഗ്യാങ്ങിനെ കണ്ടു. അവനുമായിട്ട് അനുഭവമുള്ള ഒരു ഗ്രൂപ്പുണ്ട് ഇവിടെ, അവരെ പോയി കണ്ടു. അങ്ങനെ എല്ലാവരുമായിട്ട് പിന്നെ അവരുടെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എനിക്ക് അന്ന് മനസ്സിലായത് ഈ മക്കളൊക്കെ തന്നെ ഒത്തിരി മുറിവേറ്റ മക്കളാണ്. കുടുംബത്തിലെ പ്രശ്നം, മദ്യപാനിയായ അപ്പൻ, തിരസ്കരിക്കപ്പെട്ട മക്കൾ, ഒറ്റപ്പെടുത്തപ്പെട്ട മക്കൾ. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ജീവിതമായിട്ട് കൂട്ടി വായിക്കാനിടയായ. തീർച്ചയായിട്ടും അവരെ കാണുമ്പോൾ എനിക്ക് അവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ജയിലിൽ കുർബാന അർപ്പിക്കാൻ ചെല്ലുമ്പോൾ അവരുടെ വേദന മനസ്സിലാക്കാൻ പറ്റുന്നു, അവരുടെ കൂടെ ഇരിക്കാൻ പറ്റുന്നു, നമ്മുടെ അനുഭവങ്ങൾ അവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അത് എന്നെ ഒത്തിരി സ്വാധീനിച്ചു. ഈ മക്കളുടെ ഇടയിൽ എൻ്റെ ജീവിതാനുഭവങ്ങളും അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ ചേർത്ത് വയ്ക്കാനും. പിന്നെ എനിക്കറിയത്തില്ല, ഈ പിള്ളേരെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ അവർക്ക് പ്രത്യേക ഒരു അട്രാക്ഷൻ എന്നോട്
വലിയ വലിയ കൊല ചെയ്യപ്പെട്ട കൊന്നവരും അല്ലെങ്കിൽ ഒത്തിരിയേറെ കൈവെട്ട് കാലുവെട്ട് കുഴപ്പനടിക്കുന്ന ടീമുകൾ, കൊല്ലാൻ എന്തിനും വടിവാളും തോക്കുമൊക്കെ ആയിട്ട് നടക്കുന്ന പിള്ളേർ നമ്മൾ ചെല്ലുമ്പോൾ എനിക്കറിയത്തില്ല, ഒരു പ്രത്യേക ഒരു ആകർഷണം അവർക്ക് എന്നോട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ആശ്രമത്തിൽ വന്ന ഒരു 10,000-ഓളം ഇങ്ങനെപ്പെട്ട പിള്ളേർ താമസിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി 11 വർഷക്കാലം ഞാൻ ഈ ശുശ്രൂഷയിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഈ മക്കളെ മനസ്സിലാക്കാനും അവരുടെ കൂടെ ആയിരിക്കാനും അവരെ കുറേ പേരെങ്കിലുമൊക്കെ അതിൽ നിന്ന് മാറ്റി, ഇന്ന് അങ്കമാലിയിൽ അങ്ങനെ പണ്ടത്തെ പോലൊരു ഗുണ്ടാ സംഘങ്ങളോ അന്നത്തെ പോലുള്ള ഭീകരതയൊന്നും ഇല്ലാത്ത രീതിയിലുള്ളൊരു അവസ്ഥ ദൈവമായി കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഒരു വലിയൊരു സന്തോഷകരമായൊരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ. എനിക്ക് തോന്നുന്നു അച്ഛൻ കുറച്ചുകൂടെ ചിലപ്പോൾ അതിനകത്ത് ചില കാര്യങ്ങളൊന്ന് പറയുവാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ എങ്കിലും ഞാൻ അതിന് മുമ്പ് അച്ഛൻ പറഞ്ഞു വന്നപ്പോൾ ഒരു വാക്യാണെന്ന് പിക്കുക. അച്ഛൻ പറഞ്ഞു ഈ ആശ്രമത്തിലിരുന്ന് അച്ഛൻ ഒത്തിരി പ്രാർത്ഥിച്ചപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളെ അല്ലെങ്കിൽ അങ്കമാലിയുടെ ഒരു സാഹചര്യങ്ങളിലേക്ക് ദൈവം അച്ഛനെ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ ഈ ഒരു അടുത്തേക്ക് ചെല്ലുമ്പോഴും ഉണ്ടാകുന്ന അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടും ദൈവത്തിൻ്റെ ആ ഒരു വലിയ ഇടപെടൽ തന്നെയാണ് അത്. പക്ഷെ ഞാൻ ആ പ്രാർത്ഥന എന്നുള്ള വാക്കിനൊന്ന് പിക്ക് ചെയ്ത് ചോദിക്കുക. പലപ്പോഴും പലരും അൽമായരായിട്ടുള്ള നമ്മുടെ അൽമായരായിട്ടുള്ള ആളുകളും അച്ഛന്മാരും ഒക്കെ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഉൾപ്പെടെ ആവേശത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി എടുത്തിയാടിയുണ്ട്. പക്ഷെ അവർ പലരും കണ്ടിന്യൂ ചെയ്യാൻ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, ബൗൺസ് ചെയ്തിട്ടുണ്ട്, ഒരു നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് വഴി മടങ്ങി പോകുന്നുണ്ട്. അച്ഛൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കാതിരുന്നതിൻ്റെ കാരണം ഈ പ്രാർത്ഥന തന്നെയായിരിക്കാം. അതിനെക്കുറിച്ച് ഒന്ന് പറയാൻ വെച്ചാൽ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിതത്തിലെ അനുഭവം എന്ന് പറഞ്ഞത് ദൈവാനുഗ്രഹമില്ലാതെ, ദൈവത്തിന് ഇടപെടലില്ലാതെ, ദൈവം നയിക്കാതെ ഒന്നും നടക്കത്തില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഇറങ്ങണേക്കാൾ മുമ്പ് തന്നെ ഞാൻ കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിച്ച്, രാത്രിയുടെ നീണ്ട യാമങ്ങളൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ നീ ഇടപെടണം, നിൻ്റെ ശക്തി പ്രകടമാക്കണം, നിന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതിൽ ഞാൻ എപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. ഈശോയെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ എന്നെ എപ്പോഴും എല്ലാ കാര്യങ്ങളും തമ്പുരാനെ ഭരമേൽപ്പിക്കും. അതുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു ഓപ്പണിങ് കർത്താവ് ഒരുക്കാണ്. അത് വളരെ ഒരു വലിയൊരു അനുഭവമായിരുന്നു ഈ ശുശ്രൂഷ മേഖല. ഞാൻ ആദ്യം ഞാനെന്ന വ്യക്തിക്ക് പേടിയായിരുന്നു. അതെ, സജിയുടെയൊക്കെ ഡെഡ് ബോഡി കണ്ടപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞപ്പോൾ സജിന്ന അവനൊക്കെ വെട്ടി, ക്രൂരമായിട്ട് വെട്ടി, അവൻ്റെ അനുജനെ വെട്ടിയിട്ട് ഒരു തോട്ടിലൊക്കെ കല്ലും കയറ്റി വെച്ച് ക്രൂരമായിട്ടൊക്കെ വന്നു. ഇവരുടെയൊക്കെ ബോഡികളൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാണ് ഈ ക്രൂരമായ കൊലപാതകത്തിൻ്റെ മേഖലകൾ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഈ മേഖലയിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ആ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ആ ഒരു കാരുണ്യം, ദൈവത്തിൻ്റെ ആ വലിയ ഇടപെടൽ നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഞാനെന്ന വ്യക്തിക്ക് പേടിയായിരുന്നു. പക്ഷേ എന്നിലൂടെ ദൈവം പ്രവർത്തിച്ച ഒരു അനുഭവം ഈ മേഖലയിൽ അതിശക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് കുറേയെങ്കിലുമൊക്കെ ഒരു ഇടപെടൽ ഈ മേഖലയിൽ ഉണ്ടാകാനായിട്ട് സാധിച്ചത്. ഇത്തരത്തിൽ ഈ ഒരു ശുശ്രൂഷയിലൂടെ അച്ഛൻ കണ്ടെത്തി അല്ലെങ്കിൽ ദൈവം അച്ഛന് കാണിച്ചു തന്ന ആളുകൾ ഇവരെ വലിയ മാറ്റങ്ങളിലേക്ക് വന്ന് പിന്നീട് അവരുടെ ജീവിതം തന്നെ വഴിമാറിയിട്ടില്ലേ? ഉണ്ട്, ഒത്തിരി ഉണ്ടല്ലോ. അങ്ങനത്തെ ചില കാര്യങ്ങളൊന്നും പറയാം, ആളുകളുടെ പേരില്ലാതെ കുറച്ച് കാര്യങ്ങളൊന്നും അച്ഛന് പറയാൻ പറ്റുമായിരിക്കും. അങ്ങനത്തെ ഒരു പല മക്കളും എൻ്റെ കൂടെ വന്നിട്ട് 4 വർഷം 5 വർഷം പല വർഷങ്ങൾ താമസിച്ചിട്ടുണ്ട്. ഈ താമസിക്കുന്ന സമയത്ത് ഈ മക്കൾ പറയാറുണ്ട്, അച്ഛാ ഞങ്ങൾക്ക് യഥാർത്ഥ വഴി അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രാർത്ഥന എന്തെന്ന് അറിയത്തില്ലായിരുന്നു, ഞങ്ങൾക്ക് കുടുംബത്തിൽ നിന്ന് ഒരു സ്നേഹം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഈശോയെ കൊടുക്കുമ്പോൾ, ഇതാണ് മക്കളെ വഴി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, അത് കണ്ടിട്ട് അവർ ഭയങ്കരമായിട്ട് എന്താ പറയുക, സന്തോഷത്തോടു കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിലേക്ക് അടുത്തപ്പോഴുള്ള സന്തോഷം, അല്ലെങ്കിൽ യഥാർത്ഥമായി വഴി അറിഞ്ഞപ്പോഴുള്ള സന്തോഷം. അങ്ങനെ പല മക്കളും. അത് ഒരു ഉദാഹരണത്തിന് ഇത് നമ്മൾ ഒരു പ്രത്യേക അവസ്ഥ 2-3 കൊലപാതകം ചെയ്തൊരു പയ്യൻ എൻ്റെ കൂടെ 4.5 വർഷം ഉണ്ടായിരുന്നു. അവനിപ്പോൾ എന്താ പറയുക, ജീവപര്യന്തം വിധിച്ചു, അവന് ജയിലിലടയ്ക്കപ്പെട്ടു. അപ്പോൾ അവൻ എന്നോട് പറയണം, അച്ഛൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പണ്ടേ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ വഴിയിലേക്ക് ഞാൻ കടന്നു വന്നിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു അനുഭവം വരുമായിരുന്നില്ല. ഞാൻ ഈ ലോകത്തിൻ്റെ മനുഷ്യനായി ജീവിച്ചു, കൂട്ടുകെട്ടിൻ്റെ പിന്നാലെ പോയി, സമ്പത്തിൻ്റെ പിന്നാലെ പോയി, അങ്ങനെ ഞാൻ എല്ലാം മറന്നു. പക്ഷേ പ്രത്യേക അവസ്ഥയിൽ ഞാനിങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെ പല അനുഭവങ്ങൾ, പല കേസുകളിൽ പെട്ട മക്കൾ, ഈ മക്കൾക്ക് വഴി അറിയത്തില്ല. ഞാൻ പറഞ്ഞു വരിക, അങ്ങനെയുള്ള മക്കൾ വഴി അറിഞ്ഞപ്പോൾ വളരെ ശാന്തരായിട്ട് നമ്മുടെ അൽത്താരയിലും നമ്മുടെ ശുശ്രൂഷകളിലും വചനപ്രഘോഷണത്തിലും അവിടുത്തെ നിത്യാരാധനയിലുമൊക്കെ മണിക്കൂറോളം ഇരുന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ അതൊരു വലിയൊരു ദൈവാനുഭവമാണ് നമുക്ക് ലഭിക്കുക. ഞാൻ എന്നോട് ചോദിക്കുന്നത്, കാരണം ഇത് ഇപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു ശുശ്രൂഷ മേഖല, തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അങ്കമാലി പോലത്തെ ഒരു പ്രദേശത്തുണ്ടായ ഒരു പശ്ചാത്തലത്തിനെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നത്, അച്ഛൻ മുമ്പോട്ട് പോകുമ്പോൾ അച്ഛനത് മനസ്സിലാവുന്നില്ലേ, ദൈവം പ്രത്യേകമായിട്ട് വിളിച്ചു ഉപയോഗിക്കണം. കാരണം അച്ഛൻ്റെ ഈ പറയുന്ന പല കാര്യങ്ങളും, അച്ഛൻ്റെ ഒരു കാരിസം, അല്ലെങ്കിൽ ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ അച്ഛൻ ഈ ശുശ്രൂഷ മേഖലയിൽ പ്രവർത്തിക്കണമെന്നില്ല, തീർച്ചയായിട്ടും ഇല്ല. പക്ഷേ എങ്കിലും ഈ ഒരു കാലഘട്ടത്തിലേക്ക് ദൈവം അച്ഛൻ അനുവദിക്കുന്ന ഒരു കാരിസം, ആ ഒരു സ്പെഷ്യൽ കാരിസം ചിലപ്പോൾ മറ്റാൾക്കാർ ഇതുതന്നെ ചെയ്യാൻ ശ്രമിച്ചാൽ ശരിയാവത്തില്ലായിരിക്കും. അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക വിളിയല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ, കാരണം ഇതൊരു ധൈര്യത്തിൻ്റെ മേഖലയാണ്. ഇത് വെറുതെ പോയി അവരുടെ അടുത്ത് നിൽക്കാൻ പറ്റില്ല, അവരോട് സംസാരിക്കാൻ പറ്റില്ല. ധൈര്യം എന്ന് പറഞ്ഞൊരു സാധനം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവാത്മാവ് പ്രത്യേകമായി, ദൈവാത്മാവിൻ്റെ ഒരു നിറവിൽ നിന്ന് അച്ഛനുണ്ടാവുന്ന
ഒരു ഒരു എന്താ പറയുക, ഒരു ദൈവവിളിയുടെ തിരിച്ചറിവിൽ നിന്ന് അച്ഛൻ്റെ ഒരു കാരിസമായിട്ട് അച്ഛൻ കാണുന്നൊരു കാര്യം കൂടിയല്ലേ ഇത്? തീർച്ചയായിട്ടും. അതായത് ഞാൻ പറഞ്ഞില്ലേ, അതൊരു ഞാൻ പോലെ പേടിയാണ് ഈ ഗ്യാങ്സ്റ്റേഴ്സിനെ കേട്ട് കഴിഞ്ഞാൽ തന്നെ. അവർ വടിവാളും തോക്കും ബോംബേറും വെട്ടിക്കൊല ഇതൊക്കെ ഭയങ്കര പേടിയാണ്. പക്ഷേ അവിടെ ദൈവം നമുക്കൊരു പ്രത്യേക ഒരു പവർ നമുക്ക് തന്നു. അത് എൻ്റെ കഴിവൊന്നുമല്ല, എൻ്റെ ഒരു താല്പര്യമല്ല, എൻ്റെ തീരുമാനമല്ല. ആ സമയത്ത് ദൈവം പ്രത്യേകമായിട്ട് വിളിച്ചിറക്കിയതെന്ന് ഞാൻ പറയും. അതിനുവേണ്ടി ദൈവം എല്ലാവർക്കും തന്നു. പിന്നീട് നമ്മുടെ അഭിമന്യ പിതാക്കന്മാർ ധ്യാനത്തിന് വന്നിട്ടുണ്ട്. അന്നത്തെ DGP ആയിരുന്ന സാറ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ CBM കുറേ പോലീസ് ഓഫീസേഴ്സ് ദൈവം ഒരുക്കി തന്നു. എല്ലാം ദൈവം ഒരുക്കി തരാം. നമ്മൾ എവിടെ ചെന്നാലും അവിടെയൊക്കെ ഓപ്പണിംഗ് ആണ്. അപ്പോൾ എനിക്കവിടെ കാണാൻ പറ്റും ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷ, ദൈവം നയിച്ച ശുശ്രൂഷ, അതിനുവേണ്ടി ദൈവമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയും, ദൈവം ഒരുക്കുന്നതാണോ അതിന് വേണ്ടതെല്ലാം ദൈവം തന്നെ തന്നിരിക്കും. ഞാൻ ആദ്യത്തെ ധ്യാനം 48 ഗുണ്ടകൾ ഒരുമിച്ചുള്ള ധ്യാനമായിരുന്നു. അന്ന് ഞാൻ അവർക്കടി അങ്കമാലി മർച്ചൻ്റ് അസോസിയേഷൻകാർ എല്ലാ ഭക്ഷണം, ഇറച്ചി, മീൻ, എല്ലാ സാധനങ്ങളും നമുക്ക് ഒന്നും അറിയേണ്ടതില്ല, സമയത്തൊക്കെ കൊണ്ടുതരാം. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി അനേകരിലൂടെ ദൈവം ഒരുക്കി. ഞാനൊക്കെ ഒരു ഉപകരണം മാത്രമായി എന്ന് മാത്രമുള്ളതിൽ ദൈവം ഉപയോഗിച്ചു. അതൊരു പ്രത്യേക ഒരു കാര്യം. പിന്നെ അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഏലിയ പ്രവാചകൻ്റെ തീഷ്ണത. അത് ഞാൻ എപ്പോഴും ഓർക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എപ്പോഴും നിന്നിട്ടുണ്ട്. എൻ്റെ കർത്താവിനെ പ്രതി വേറെ ഒന്നിനും വേണ്ടി ഞാൻ നിന്നിട്ടില്ല. തമ്പുരാനെ പ്രതി നമ്മൾ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ദൈവം ഇടപെടും. അന്ന് അഗ്നി ഇറക്കി കർത്താവ് ഏലിയാക്കി തെളിയിച്ചു കൊടുത്തു, ഞാനാണ് സത്യദൈവമെന്ന്. ആ തെളിയിക്കലാണ് ദൈവം ഈ ശുശ്രൂഷയിൽ ദൈവം നടത്തിയതാണ്. പ്രാർത്ഥനയിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ദൈവാത്മാവിൻ്റെ ചൈതന്യത്താൽ നിറഞ്ഞ് ജ്വലിക്കുന്ന ഒരാളാണ് അച്ഛനെന്ന് ഇന്ന് അച്ഛൻ്റെ വാക്കുകളിൽ അറിയാം. അച്ഛൻ്റെ ജീവിതം അത് തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അനേകരുടെ മാനസാന്തരത്തിന്, ഒരു ദേശത്തിൻ്റെ മാനസാന്തരത്തിന് ഒക്കെ അച്ഛനെ ദൈവം ഉപയോഗിച്ചത്. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ കുറ്റവാളികളുടെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, മറ്റുള്ളവരുടെ കാര്യത്തിലും. പക്ഷേ എങ്കിലും ദൈവം കൂടുതൽ സ്നേഹിക്കുന്ന, സമൂഹം അവഗണിക്കുന്ന കുറ്റവാളികളായ അല്ലെങ്കിൽ കൊട്ടേഷൻ സംഘാംഗങ്ങളായ ഇത്തരം ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് അച്ഛൻ കാരണമായിട്ടുണ്ട്. അച്ഛൻ്റെ ധാരാളം വിശേഷങ്ങൾ ഇനിയും നമുക്ക് തീർച്ചയായിട്ടും കേൾക്കണം. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങൾ അച്ഛൻ പറയണം. എങ്കിലും ഇന്നത്തെ ഈ എപ്പിസോഡിൽ അച്ഛൻ്റെ ആ ഒരു സാന്നിധ്യം വളരെ വളരെ ഹൃദ്യമായിരുന്നു. അനേകർക്ക് പ്രചോദനമാണ്. ദൈവത്തിങ്കിലേക്കുള്ള അനേകർക്കുള്ള ഒരു ചൂണ്ടുപലക കൂടിയാണ് അച്ഛൻ്റെ ജീവിതം. അച്ഛൻ്റെ കോൺഗ്രിഗേഷനെ കുറിച്ച് പറഞ്ഞതുപോലെ, കോൺഗ്രിഗേഷൻ്റെ ഒരു മൊട്ടോ ആയിട്ട് പറഞ്ഞതുപോലെ, സൈന്യങ്ങളുടെ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ജ്വലിക്കുന്ന ബോസ്കോ എന്ന വിക്കനായ യുവാവിൽ നിന്ന് ബോസ്കോ ഞാളിയത്തെന്ന ഇന്ന് അറിയപ്പെടുന്നൊരു വൈദികനായി ദൈവം ഉയർത്തിയ അച്ഛൻ്റെ കൂടുതൽ അനുഭവങ്ങൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കേൾക്കാം. ഒരിക്കൽ കൂടി ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം ആയിരുന്നതിന് നന്ദി. ദിവ്യകാരുണ്യത്തിൻ്റെ തണലിൽ ചേക്കേറുന്ന ജീവിതം, അതുതന്നെയാണ് ഈ വൈദികന്റെ കരുത്ത്. സ്നേഹത്തിൽ പൊതിഞ്ഞു നൽകുന്ന ശുശ്രൂഷകളുടെ ഫലം സ്നേഹമെന്ന് നാം തിരിച്ചറിയുക. ഈ സ്നേഹം ദിവ്യകാരുണ്യത്തിൽ നിന്നും നമുക്ക് സ്വീകരിക്കാം. അനേകരിലേക്ക് കർത്താവിൻ്റെ സ്നേഹം പകരാനായി യാത്രയാകാം. വയലേലകളിതാ നമ്മെ വിളിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ കാഹളമിതാ കേൾക്കുന്നു. മാനസാന്തരപ്പെടുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ.